ഹലോ എവരിവൺ, പ്രിയപ്പെട്ട കുട്ടികളെ, അക്കാഡമിക്സ് PSCയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നോക്കൂ, നമ്മൾ ഡിഗ്രി മെയിൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് കോഴ്സുകളാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത്. ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്, മറ്റൊന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം തന്നെ പറയട്ടെ, ഈ രണ്ട് പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഡിഗ്രി മെയിൻസുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണിത്. മറ്റ് മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ അവർ കാണണമെന്നില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കാണാൻ തീർച്ചയായിട്ടും. സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ, എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്നെല്ലാം അറിയണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും കാണാം. നിങ്ങളുടെ ഒരു സമയം കളയണ്ട എന്ന് വെച്ചിട്ട് അത് തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിൽ കുറെ ആളുകൾക്കെങ്കിലും അറിയുന്നത് പോലെ തന്നെ ഡിഗ്രി മെയിൻസിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആൻഡ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ഇവ രണ്ടും ചേർത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോംബോ ബാച്ച്, ഇവയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. എക്സ്ക്ലൂസീവ്ലി ഇവ മാത്രമാണ് ഡിഗ്രി മെയിൻസ് നമ്മൾ തരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 3 ആഴ്ചകൾ ഈ സ്റ്റഡി പ്ലാൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ കുട്ടികൾ. അപ്പോൾ ഇങ്ങനെ ഒരു ബാച്ച് ആരംഭിച്ചത് അറിയാത്ത കുട്ടികൾ, അല്ലെങ്കിൽ അവരവരുടേതായ രീതിയിൽ പഠനം തുടങ്ങി പക്ഷേ അത് കൃത്യമായി മുന്നോട്ട് പോകാതെ പലയിടങ്ങളിലായിട്ട് സ്റ്റക്കായി നിൽക്കുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ള പല കുട്ടികളുടെയും മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത്, ഇനി ഞങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ സ്റ്റഡി പ്ലാൻ ഇത്രയും കഴിയുന്നില്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെക്കൻഡ് ബാച്ച് ഓഫ് ഡിഗ്രി മെയിൻസ് നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മളൊരു സിംഗിൾ ബാച്ചാണ് എല്ലാ പരീക്ഷകൾക്കും ഉണ്ടാവാറുള്ളത്. ആ സിംഗിൾ ബാച്ചിന് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ സ്പെഷ്യലി പ്രിപ്പയർഡ് ആയിട്ട് കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ മെറ്റീരിയലുകളും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ ബാച്ചോട് കൂടി ഇത് അവസാനിക്കും. പക്ഷേ ഇത്തവണ സെപ്റ്റംബർ മാസത്തിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകളില്ല എന്ന് ഉറപ്പിച്ചതോട് കൂടിയിട്ട് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു, ഓക്കെ, ഇങ്ങനെ കുട്ടികൾ ചോദിക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഒരു സെക്കൻഡ് ബാച്ച് കൂടി ആരംഭിച്ചാലോ. അപ്പോൾ സെക്കൻഡ് ബാച്ച് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ സെക്കൻഡ് ബാച്ചിൽ സ്റ്റഡി പ്ലാൻ തുടക്കം മുതൽ നമ്മൾ തരുന്നതായിരിക്കും. ഈ വരാൻ പോകുന്ന ജൂലൈ 12-ാം തീയതി ഞായറാഴ്ച മുതൽ നമ്മൾ സ്റ്റഡി പ്ലാൻ 2 നമ്മൾ റോൾ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത്, ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും സ്റ്റക്കായിരിക്കുന്ന കുട്ടികൾ, ആരംഭിച്ച് അത് മുഴുവനാക്കാൻ പറ്റാത്ത കുട്ടികൾ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് കോഴ്സിനെ കുറിച്ച് വൈകി അറിഞ്ഞ കുട്ടികൾ, നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഡിഗ്രി മെയിൻസിന്റെ ഈ 2 പരീക്ഷകൾക്ക് തയ്യാറാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ലാസ്റ്റ് ബെല്ലാണ്, ഒരു ഫൈനൽ ബസ്സാണ് ഇത് എന്ന് പറയുന്നത്. ഇതിനുശേഷം ഇനി നമ്മളൊരു ബാച്ച് കൂടി തീർച്ചയായിട്ടും ഉണ്ടാവുകയില്ല. സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ആദ്യ ആഴ്ച മുതൽ കൃത്യമായി 70 ദിവസങ്ങൾ 10 ആഴ്ചകൾ പഠിച്ചു പോകണം. അതിനുശേഷമുള്ള അവസാന 5 ദിവസങ്ങളിൽ ഫുൾ ടെസ്റ്റുകൾ ചെയ്ത് അവസാനിപ്പിക്കണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇതായിരിക്കും നമ്മളുടെ ഫൈനൽ ഡിഗ്രി മെയിൻസ് ബാച്ച് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് 12-ാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുന്ന ഈ സ്റ്റഡി പ്ലാനിൽ എന്താണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് ഒന്നുകൂടി പറയാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ അതിൻ്റെ ഒരു ഐഡിയ, എന്തിന് സ്റ്റഡി പ്ലാൻ, എങ്ങനെ ഡിഗ്രി മെയിൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഒന്ന് പറഞ്ഞു തരാം. അതായത്, നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം തുടങ്ങുന്ന ഞായറാഴ്ച വൈകുന്നേരം അടുത്ത ഒരാഴ്ചയ്ക്കുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓരോ ദിവസങ്ങളിലും പഠിക്കേണ്ട ഭാഗങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ആ പഠിക്കുന്ന ഭാഗത്തിൻ്റെ ഉള്ളിൽ ഏതെല്ലാം കീ പോയിന്റ്സ് പഠിക്കണമെന്നും നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി ഇപ്പോൾ GK ഭാഗങ്ങളാണെങ്കിൽ അങ്ങനെ ഇന്ന ഭാഗങ്ങൾ പഠിക്കുക എന്ന് തരാം. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, മെന്റൽ എബിലിറ്റി ആണെന്നുണ്ടെങ്കിലോ ഇത്തരം ഭാഗങ്ങളിൽ നിങ്ങൾക്ക് അതാത് അധ്യാപകരുമായിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ റിവിഷൻ ക്ലാസ് അതാത് ആഴ്ചകളിൽ നിങ്ങൾക്ക് ലഭ്യമാക്കും. മെറ്റീരിയലുകളും ലഭ്യമാക്കും. GK ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയലുകൾ, ഈ സ്റ്റഡി പ്ലാന്റെ ആ ആഴ്ച പഠിക്കുന്ന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഞാൻ ജസ്റ്റ് മോഡൽ കാര്യങ്ങളിടയിൽ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അക്കാഡമിക്സ് PSC ചാനൽ നമ്മൾ ഇടയ്ക്കത് ചെറുത് ഷെയർ ചെയ്യാറുമുണ്ട്. പ്രത്യേകം പറയട്ടെ, ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. ഈ എക്സ്ട്രാ മെറ്റീരിയലുകളാകട്ടെ, ഈ എക്സ്ട്രാ റിവിഷൻ ക്ലാസ്സുകളാകട്ടെ, എല്ലാ ഞായറാഴ്ചകളിലും ഒരാഴ്ച പഠിച്ച ഭാഗങ്ങൾ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ മുഴുവനായിട്ട് തരാറുള്ളത്. കാരണം നിങ്ങളത് വായിച്ച് ടൈം മാനേജ്മെന്റ്, ടെൻഷൻ മാനേജ്മെന്റ് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഈ രീതിയിൽ തരുന്ന ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മൾ കൊടുക്കുന്നതല്ല. ഒരു മോഡൽ കാണിക്കാനായിട്ട് എവിടെയെങ്കിലും നമ്മൾ നമ്മുടെ മെയിൻ ചാനൽ ഇടുമായിരിക്കാം. പക്ഷേ ഇത് അവൈലബിൾ ആവുക നമ്മുടെ കോഴ്സ് എടുത്ത് നമ്മളോടൊപ്പം നടക്കാൻ തീരുമാനിച്ച ഡിഗ്രി മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഒരാഴ്ചത്തെ ടൈം ടേബിൾ, അതിലേറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളെക്കുറിച്ച് പ്രത്യേകം ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള ക്രിസ്പ് ആൻഡ് ക്ലിയർ പോയിന്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന, സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് വന്നു കഴിഞ്ഞാൽ
ആ ഭാഗങ്ങളും എന്തിനുള്ളിൽ ഉൾപ്പെടുന്നതായിരിക്കും? നിങ്ങളുടെ ഈ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക. ചില ആളുകൾക്ക് സംശയമുണ്ട്, സർ കറണ്ട് അഫയേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമോ, സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പഠിക്കേണ്ട ഭാഗങ്ങൾ ഇതിലുണ്ടാകും. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു നമ്മളിപ്പോൾ ക്ലാസ്സുകൾ തീർച്ചയായും നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങൾ കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾ തീർച്ചയായും പഠിക്കണമെന്ന് ഞങ്ങൾ കരുതുന്ന ഭാഗങ്ങൾ ഓൾറെഡി നമ്മുടെ കോഴ്സിലേക്ക് ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ സിലബസ് കൺഫേം ആകുന്നതോടുകൂടി എന്ത് ചെയ്യും? സ്പെഷ്യൽ ടോപ്പിക്കും നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൻ്റെ ഉള്ളിലേക്ക് വരുന്നതായിരിക്കും. അത് വരുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? പക്ഷേ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ, കോർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഓൾറെഡി പഠിച്ച് അവസാനിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഇനി നോക്കുന്നത് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് മൊത്തത്തിൽ ഒരു പുകമറയായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ആണ്. ഒരാഴ്ചയുള്ള പഠനം, അതിനിടയിൽ ആ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ക്രിസ്പ് ആൻഡ് ക്ലിയർ എക്സ്ട്രാ മെറ്റീരിയലുകൾ, അതിൻ്റെ റിവിഷൻ, അതുപോലെ തന്നെ മാത്സ്, മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ റിവിഷൻ ക്ലാസ്സുകൾ, അവസാനം ഇതെല്ലാം പഠിച്ചു തീർത്തതിന് ശേഷം ഞായറാഴ്ച ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ വൃത്തിയായി പരീക്ഷയായി എഴുതി അതിൻ്റെ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന സൊല്യൂഷൻ കൂടി വായിച്ച് ആ ആഴ്ചത്തെ പഠനം അങ്ങ് വൈൻഡപ്പ് ചെയ്യൽ. ഇത് വളരെ കൃത്യമായി പെർഫെക്റ്റായി വീഴ്ചകളില്ലാതെ ചെയ്ത് ഒപ്പം വരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊപ്പം കൂടാം. നോക്കൂ, ഇത് കേൾക്കുമ്പോഴുള്ള ഒരു യെസ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അല്ല പഠിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാവുക. നിറയെ പഠിക്കാനുണ്ടാകും. ഓരോ ആഴ്ച അങ്ങോട്ട് പോകുന്തോറും പഠിക്കാനുള്ള കാര്യങ്ങളുടെ എണ്ണം കൂടി വരും, ക്വാണ്ടിറ്റി കൂടും. അതിനോടൊപ്പം തന്നെ എന്തുകൂടും? നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളിടേണ്ട ഒരു എഫേർട്ടും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യം 75 ദിവസം ഒപ്പം നടന്ന് തീർക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒപ്പം കൂടാം. നമുക്ക് ഗംഭീരമായി പഠിച്ച് മുന്നോട്ട് പോകാം. ഡിഗ്രി മെയിൻസിന്റെ എക്സാം ഹാളിൽ എത്തുമ്പോഴേക്കും എക്സാം, റിവിഷൻ, റിവിഷൻ ഇവയോടൊക്കെയുള്ള ഭയം എല്ലാം തീർത്തുകൊണ്ട് പേനയുടെ തുമ്പിൽ ആൻസറുമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇരിക്കാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ ഒരുമിച്ച് പഠിച്ചു പോകാൻ നമുക്ക് ഒരു പെയ്ഡ് ടെലഗ്രാം ചാനൽ, ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് അവസാനിപ്പിക്കാം. ഫാക്കൽറ്റീസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ പഠിച്ച് സംശയങ്ങൾ തീർത്ത് റിവൈസ് ചെയ്ത് പരീക്ഷ എഴുതി എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. വലിയ ബഹളങ്ങളും പ്രശ്നങ്ങളും ഒന്നും നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ കാര്യമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ: വൃത്തിയായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക, പരീക്ഷ എഴുതുക, തയ്യാറാവുക. നമുക്ക് അടുത്ത ഘട്ടം നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. താങ്ക് യു എവരിവൺ.